ശ്രുതീസ് ഹെവനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ രസമാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരു 3 ടീസ്പൂൺ പരിപ്പ്, ഒരു പൈനാപ്പിളിൻ്റെ പകുതി കഷ്ണം, പിന്നെ ഒരു ചെറിയ തക്കാളി, മല്ലിയില, വേപ്പില, ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം കായം, ഉപ്പ്, രസപ്പൊടി 2 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി അതൊക്കെ വേവിക്കാൻ വയ്ക്കാം. വെന്തതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ വേവിക്കാനുള്ള കുക്കറിലേക്ക് വേവിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ, തക്കാളി, പരിപ്പ്, വെളുത്തുള്ളി, കായം, ഉപ്പ്, രസപ്പൊടി, വേപ്പില, മല്ലിയില നമുക്ക് ലാസ്റ്റ് ഇതിൽ കൊടുക്കും. ഇത്രയും സാധനങ്ങൾ നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കേണ്ടതാണ്. ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ച് വേവിച്ചിട്ട് കാണിച്ചത്. ഇപ്പോൾ നമ്മുടെ കൈതച്ചക്കയും പരിപ്പും ഒരു ചെറിയ തക്കാളിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് അത് നമുക്കൊരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് വറവിടാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കാം. നമുക്ക് വറവിടാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നാൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണ മൂത്ത് വന്നു. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവ മൂത്ത് വന്നാൽ കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. അത് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് അതിന് മൂത്ത് വരട്ടെ. ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളക് ഒരു 2 എണ്ണം പൊട്ടിച്ചിടാം. വറ്റൽമുളക് മൂത്ത് വന്ന് കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. നമുക്ക് അരിച്ച് വെച്ച കൈതച്ചക്കയും പരിപ്പൊക്കെ തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. കുറച്ച് വാളംപൊടി പിരിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തിളയ്ക്കട്ടെ. വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി അത് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ രസം ഇവിടെ റെഡിയായി. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നേ.